അല്ല, ഈ സത്യന്റെ മനസ്സിൽ ഇത്രയും വലിയ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യം വിജയൻ തിരിച്ചറിഞ്ഞിരുന്നില്ലേ? സാറേ, സത്യേട്ടൻ അങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ പറയില്ല. എല്ലാവർക്കും അറിയാം, എന്നേക്കാളും കൂടുതൽ അടുത്തറിഞ്ഞുള്ള ഷഫ് സാറാണ്. ഷഫ് സാർ വരെ അറിയാം, ഷഫ് സാർ വരെ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിരുന്നേ ഇല്ല, ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷെ നമുക്ക് തോന്നിയിട്ടുള്ളത് തോന്നലാണ് ഇതൊക്കെ. കാരണം സത്യേട്ടൻ നമ്മളെക്കാളും മുന്നിൽ കിട്ടേണ്ട അംഗീകാരം കിട്ടാണ്ട് വരുമ്പോഴുള്ള അതൊരു ഭാഗം തന്നെയാണ്. ആ ഒരു മറ്റെല്ലാ ജൂനിയേഴ്സിനും കിട്ടി, അതൊരു ആർക്കായാലും ഫീൽ ചെയ്യണല്ലേ. ഒരു പക്ഷേ പല ദുരന്തങ്ങൾക്കും കാരണം അതായിട്ടുണ്ടാകാം. അതൊക്കെ കേട്ടപ്പോൾ എന്താണ് വിജയന് തോന്നിയിരുന്നത്? ആ പ്രതിസന്ധികൾ ഷോക്കായി പോയി. കാരണം പെട്ടെന്ന് സത്യേട്ടനോ അങ്ങനെ ആക്സിഡൻ്റ് ആവണ സത്യേട്ടനോ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്താ പറയുക, അത്ര ഒരു കായിക താരം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു സംഭവമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഇത്രയും തരളിതമായിരുന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. സത്യേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോഴും പുലിക്കുട്ടി തന്നെ ആയിരുന്നു. സത്യേട്ടൻ ഞങ്ങളുടെ ഒരു നെടുന്തൂണായിരുന്നു ടീമിലുള്ളപ്പോൾ. ഞാൻ ക്യാപ്റ്റൻസി ഒഴിവാൻ പറഞ്ഞ് പോവായിരിക്കും എന്നുള്ളത്. കാരണം സത്യേട്ടൻ അവിടെ സ്റ്റോപ്പർ ബാക്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു റഹ്മാൻ ഖാനെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ. കാരണം അതിൻ്റെ ഉദാഹരണം കൊറിയ ആയിട്ട് കളിക്കുക, വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ട് കളിക്കുക, ലെബനോണിൽ വെച്ചിട്ട് കൊറിയ ആയിട്ട് കളിച്ചിട്ട് 2 ഗോളിന് തോറ്റു. അതുകൊണ്ട് കൊറിയയിൽ നിന്ന് കളിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ സത്യേട്ടന് 2 യെല്ലോ കാർഡാണ്, കളിക്കാൻ പറ്റില്ല മാച്ച്. അപ്പോൾ സ്റ്റോപ്പർ ബാക്ക് ഇല്ല ഞങ്ങളുടെ മെയിനായിട്ട്. അപ്പോൾ ഹേമന്ത് ദോറ എന്ന് പറഞ്ഞ ഗോൾ കീപ്പറാണ്, ബംഗാളിയാണ്. അപ്പോൾ അവനെ ഗോൾ കീപ്പർ. അപ്പോൾ സത്യേട്ടൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ബംഗാളീസിൻ്റെ സുഖം പറഞ്ഞവിടെ. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ സോറി സർ, എനിക്ക് ലൂസ് മോഷനാ, എനിക്ക് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ക്യാപ്റ്റൻ ചെയ്യുന്ന ആദ്യമായിട്ട് ക്യാപ്റ്റൻസി സത്യേട്ടൻ ഇല്ലാത്ത ഞാൻ വൈസ് ക്യാപ്റ്റനായിരുന്നു. ഞാനായിരുന്നു ക്യാപ്റ്റൻ. 7 ഗോള് കിട്ടിയവരായിരുന്നു അവർ കൊറിയ. അപ്പോൾ അതാണ് സത്യേട്ടൻ്റെ എന്ന് പറഞ്ഞത്. സത്യേട്ടുള്ള കളിയായിരുന്നു ഞങ്ങൾ ലെബനോണിൽ കളിച്ചത്. സത്യേട്ടൻ സ്റ്റോപ്പർ ബാക്ക് കളിക്കുന്നു, നമ്മളൊക്കെ കളിക്കുന്നുണ്ട്. സത്യേട്ടൻ്റെ ആ ഒരു പ്രസൻസാണ് പറഞ്ഞത്. സത്യൻ്റെ ആ ഒരു എന്താ പറയുക, ആ ശക്തിയാണ് വിജയനെ പോലുള്ള ആൾക്കാരെ മുമ്പോട്ട് കുതിക്കാൻ. തീർച്ചയായിട്ടും എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞ് ഞാൻ പുലിമെടയിൽ ചെന്ന് പെട്ടണ. കാരണം അത്ര ഇന്ത്യയുടെ ബെസ്റ്റ് പ്ലെയേഴ്സിൻ്റെ ഇടയിലാണ് ഞാൻ ചെന്ന് പെട്ടണ. ഈ കൊലുന്നിനെ പയ്യൻ അവര് എന്നെ ചെറുക്കാന്ന് വിളിക്കുള്ളൂ അവര്. അപ്പം അത്രയും ചെറിയ കുട്ടിയാണ് ഞാൻ. എനിക്ക് കാരണം കുറേ കണ്ടുപഠിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ പെട്ടത്. അവരുടെ നിന്നാണ് എനിക്ക് ഏറ്റവും അധികം പഠിക്കാൻ പറ്റിയതൊക്കെ.